കുടിവെള്ളം മുട്ടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇതിനകത്ത് ആദ്യത്തെ വിഷയം എന്ന നിലയ്ക്ക് നമ്മൾ കാണേണ്ടത് ആരാണ് ഈ ഡിസ്റ്റിലറിയും ബ്രൂവറിയും ഒക്കെ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണല്ലോ. അത് OSIS എന്ന് പറയുന്ന ഒരു കമ്പനിയാണല്ലോ, മധ്യപ്രദേശ് ബേസ് ചെയ്തിട്ടുള്ള OSIS എന്ന് പറയുന്ന കമ്പനിയാണ്. ആ OSIS എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ഗൗതം മൽഹോത്രയെ 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത്? PMLA ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. കാരണം കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ്. അത് ഡൽഹി എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇടപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗതം മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത്. PMLA ആക്ട് പ്രകാരം ഒരു വ്യവസായി ഇത്തരത്തിലൊക്കെ ചില കേസുകളിൽ ചെന്ന് പെടാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ താങ്കൾ ഇപ്പോൾ ചോദിച്ചൊരു പ്രശ്നമുണ്ടല്ലോ, പാലക്കാട് തന്നെ തിരഞ്ഞെടുക്കുന്നു. പാലക്കാട് എന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണത്? അതൊരു ഉഷ്ണമേഖലാ പ്രദേശമാണ്. അവിടെ വലിയ രീതിയിൽ കുടിവെള്ളക്ഷാമം, ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ല തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നോക്കൂ, 2000 പാലക്കാട്ട് പെരുമാട്ടി പഞ്ചായത്തിൽ പ്ലാച്ചുമടയിൽ കൊക്കക്കോള ഒരു കമ്പനി തുടങ്ങിയല്ലോ. ആ കൊക്കക്കോള കമ്പനി തുടങ്ങിയതിനെതിരായിട്ട് 2002 മുതൽ വലിയ സമരങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കൊക്കക്കോള കമ്പനിയുടെ പ്ലാന്റ് വന്നതിന് ശേഷം അതിൻ്റെ പരിസരങ്ങളിലുള്ള കിണറുകളിലെല്ലാം വെള്ളം പറ്റി. അത് മാത്രവുമല്ല, ആ പ്രദേശത്തെ വെള്ളം കണ്ടാമിനേറ്റഡ് ആയി, മലിനമായി. അപ്പോൾ അവിടെ കുടിവെള്ള പ്രശ്നം തന്നെ ഉണ്ടായി, ജീവിത പ്രശ്നമായി മാറി. അപ്പം കൃഷി മാത്രമല്ല, കൃഷിയെ ബാധിക്കുന്നുണ്ട് എന്ന് മറ്റൊരു വശത്ത് കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മനുഷ്യർക്ക് അത്യാവശ്യമായി ജീവിക്കാൻ വേണ്ട കുടിവെള്ളം തന്നെ മുട്ടുന്നൊരു സാഹചര്യം ഈ കൊക്കക്കോള പ്ലാന്റ് 2000 ആരംഭിച്ച ആ പ്ലാന്റ് പിന്നെ അവിടെ അത്തരത്തിലൊരു പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി. അതിനെതിരായിട്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി കേരളത്തിൽ, അല്ലേ? മൈലമ്മയെ പോലെയുള്ള വലിയ ജനകീയ ബിംബങ്ങൾ തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായി. അന്ന് ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, DYFI അടക്കമുള്ള സംഘടനകൾ. നമുക്കറിയാമല്ലോ, അന്ന് 2002 മുതൽ 2004 വരെയുള്ള നിരന്തരമായ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2004 കൊക്കക്കോള പ്ലാന്റ് പൂട്ടിയിട്ട് അവരങ്ങ് തിരിച്ചു പോയത്. അതിനുശേഷം 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ ഗവൺമെൻറ് ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ഒരു ഉന്നതാധികാര സമിതിയെ അവിടേക്ക് വിടുകയും അവിടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തതിനു ശേഷം ആ സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രദേശവാസികൾക്ക് 216 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നാണ്. VSൻ്റെ ഗവൺമെൻറ് കാലത്താണ് കേട്ടോ അത് സംഭവിച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, അതിന് തയ്യാറാകാതിരുന്നതിൻ്റെ പേരിൽ പെരുമാട്ടി പഞ്ചായത്തും അതേപോലെ തന്നെ കൊക്കക്കോള കമ്പനിയുമായിട്ടുള്ള കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നമ്മുടെ 2011 നിയമസഭ VSൻ്റെ തന്നെ കാലത്ത് ഒരു പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബില്ലുണ്ടാക്കി. ആ ബില്ല് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു, ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചു, പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു, രാഷ്ട്രപതിയും തിരിച്ചയച്ചു. എന്തായാലും ഈ പറയുന്ന പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി അവിടെ ഉണ്ടാക്കിയ പരിസ്ഥിതി മലിനീകരണത്തിനെതിരായിട്ടും കുടിവെള്ളക്ഷാമത്തിനെതിരായിട്ടും അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ യുവജന സംഘടനകളും ഒക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഇനി 2023 24 എൻ്റെ ഓർമ്മ, 2024 ഇതേ കമ്പനി OSIS കമ്പനിയുടെ ഗൗതം മൽഹോത്രയ്ക്കെതിരായിട്ട് വേറൊരു കേസ് വരുന്നുണ്ട്. എന്താണ് ആ കേസ് എന്നറിയാമോ? ആ കേസ് പഞ്ചാബിൽ ഇവർക്ക് OSIS കമ്പനിക്ക് തന്നെ മാൽബ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഉപശാഖയുണ്ട്. ആ ശാഖ അവിടെ ഇതേപോലെ തന്നെ വലിയ പരിസ്ഥിതി ക്രൈം ഉണ്ടാക്കി എന്ന് കണ്ടെത്തുന്നുണ്ട്. പരിസ്ഥിതി ക്രൈം, എൻവയോൺമെൻറ്റൽ ക്രൈമാണ് ഉണ്ടാക്കിയത്. എന്താണ് ആ എൻവയോൺമെൻറ്റൽ ക്രൈം എന്ന് പറയുന്നത്? അവർ അവിടുത്തെ ഭൂഗർഭജലവും മണ്ണും മലിനപ്പെടുത്തി, അതുപോലെ തന്നെ കുഴൽക്കിണറിലൂടെ മാലിന്യം പുറന്തള്ളി, 4 കിലോമീറ്റർ ചുറ്റളവിൽ ജലം മലിനമാക്കി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ 0 ഓവറിലൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജല കമ്മീഷൻ്റെയും അതേപോലെ തന്നെ പൊല്യൂഷൻ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ പഞ്ചാബിൽ പോയി പരിശോധന നടത്തി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ ക്രൈം എല്ലാം കണ്ടുപിടിച്ചു. ആ ക്രൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗൗതം മൽഹോത്രയ്ക്കും ഈ കമ്പനിക്കെതിരെ കേസുണ്ട്. നേരത്തത് PMLA ആക്ട് ആയിരുന്നുവെങ്കിൽ ഈ കേസ് എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കുന്നത്. പാലക്കാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ ക്രൈം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരിസ്ഥിതി കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു ഇവർ എന്നുള്ളതാണ്. അവർ പഞ്ചാബിൽ ചെയ്തിരിക്കുന്നത് ഈ ഭൂഗർഭജലം മലിനമാക്കുന്നു, അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് മലിനപ്പെടുത്തുന്നു, 4 കിലോമീറ്റർ ചുറ്റളവിൽ അവിടുത്തെ പരിസ്ഥിതി നാശം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? പാലക്കാട് ഈ പറയുന്ന ഡിസ്റ്റിലറി വരുന്നു എന്ന് പറയുന്നു. ഡിസ്റ്റിലറി എന്താണ് ചെയ്യാൻ പോകുന്നത്? എക്സ്ട്രാ ENA അല്ലെ, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? മൊളാസസ് ആണല്ലോ ഇതിൻ്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്, അല്ലേ? ഈ മൊളാസസ് കൊണ്ടുവന്നിട്ട് ആദ്യം ഡിസ്റ്റിലറിലൂടെ കടത്തിവിട്ട് ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ആ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ വീണ്ടും ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഈ പറയുന്ന ENA എന്ന് പറയുന്ന അസംസ്കൃത വസ്തു ഉണ്ടാക്കുന്നത്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ശരിയാണ് സർക്കാർ പറയുന്നത്, നമ്മൾ ENA പുറത്തു നിന്ന്
നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനം തന്നെയാണ്. ഏതാണ്ട് പ്രതിവർഷം 9 കോടി ലിറ്ററോളം പിന്നെ ENA നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെയാണ്. അത് നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ലാഭം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വാദം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഡിസ്റ്റിലറിക്ക് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്പം മുമ്പ് പിന്നെ സ്മൃതിയുടെ ചർച്ചയിൽ CR നീലകണ്ഠൻ പറഞ്ഞൊരു വളരെ ശ്രദ്ധേയമായ വാദമുഖമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ ENA മാത്രമല്ലല്ലോ ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതിലേക്ക്. നമുക്ക് ഈ അരി നമ്മൾ എവിടുന്ന് ഇറക്കുമതി ചെയ്യും? നമ്മൾ നിരന്തരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണല്ലോ. അത് എവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നാണല്ലോ. അതുപോലെ പച്ചക്കറി എവിടുന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്? അത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അതുപോലെ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ അത് എവിടുന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ നിന്നാണല്ലോ. അപ്പോൾ നമുക്ക് അടിയന്തരമായി ആവശ്യമുള്ള ഈ പറയുന്ന അരി, പച്ചക്കറി, വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിലൊരു ഇനിഷ്യേറ്റീവ് ഇല്ല. എന്നാൽ ENA-യുടെ കാര്യത്തിലൊരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ മദ്യ ഉൽപ്പാദനത്തിലൊരു ലാഭം കണ്ടെത്താമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. അത് ഒട്ടും തന്നെ യുക്തിഭദ്രമല്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നം. പിന്നെ സർക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 2023-24 തന്നെ ഒരു പുതിയ മദ്യനയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 1999 നായനാർ സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ മദ്യനയത്തിൽ നിന്ന് ഭിന്നമായിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. ആ മാറ്റം പ്രകാരം ഡിസ്റ്റിലറികൾക്ക് അനുവാദം നൽകാം എന്നാണ്. ശരിയുമാണ് കേട്ടോ. 2023-24 ഈ .24 എന്ന് പറയുന്ന MP രാജ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം വളരെ ശരിയുമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2023-24 ഇവിടെ നടപ്പാക്കാൻ പോകുന്ന മദ്യനയത്തിലെ മാറ്റമുണ്ടല്ലോ, അത് 2022 ഓയാസിസ് അറിഞ്ഞു എന്നുള്ളതാണ്. 2022 ഓയാസിസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് അതറിയാം. അതുകൊണ്ടാണ് 24 ഏക്കർ ഭൂമി അവർ പാലക്കാട് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഭൂമി വാങ്ങിച്ചു. ആ ഭൂമി 2 വർഷമായിട്ട് അവരുടെ കൈവശമുണ്ട്. എന്നിട്ട് ആ ഭൂമിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന പിന്നെ എന്താ പറയുക ഡിസ്റ്റിലറിക്ക് ഉള്ള അനുമതിക്ക് വേണ്ടി പോയിരിക്കുന്ന അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ സർക്കാർ പറയുന്നത് ഈ ഭൂഗർഭ ജലത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ പിന്നെ കുടിവെള്ള ക്ഷാമം ഉണ്ടാവില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ വാട്ടർ അതോറിറ്റിയുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരം സർക്കാർ ആ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വാട്ടർ അതോറിറ്റി എവിടെ നിന്നാണ് വെള്ളം കൊണ്ടിരുന്നത്? വാട്ടർ അതോറിറ്റി സംസ്ഥാനത്ത് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുമോ? വാട്ടർ അതോറിറ്റിക്ക് ഇവിടെയുള്ള വെള്ളമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ആലപ്പുഴയിൽ ഇന്ന് വന്ന വാർത്ത 500 വീടുകളിൽ വെള്ളമില്ല, വെള്ളത്തിന്റെ ബില്ലേ ഉള്ളൂ എന്നാണ്. ആ വാട്ടർ അതോറിറ്റി ഇവിടെ വെള്ളം കൊടുക്കാൻ പോകുന്നത്. അബ്സല്യൂട്ട്ലി. എന്ന് മാത്രമല്ല, ഞാൻ വേറെ കാര്യം കൂടി പറയാം. ഈ മലമ്പുഴ ഡാമിലെ വെള്ളം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജലം അസംസ്കൃത വസ്തുവായിട്ടുള്ള എല്ലാ വ്യവസായത്തിലും മലമ്പുഴ ഡാമിലെ വെള്ളം 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിക്കുമാണ്, പിന്നെ ഈ കുടിവെള്ളത്തിനുമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 കാര്യങ്ങൾക്ക് മാത്രമേ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മലമ്പുഴ ഡാമിൽ നിന്നല്ലേ വെള്ളം ഊറ്റുന്നത്? എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് ആ കാര്യം എന്ന് പറയുന്നത്. മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം പോകുന്നുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ? അപ്പം ഈ പറയുന്ന വാട്ടർ അതോറിറ്റി എവിടുന്ന് ഈ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനാണ്? അവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇന്നും പിന്നെ പാലക്കാട്ടെ കർഷകർ അവരുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ വെള്ളം എടുക്കുന്നത് കനാലിൽ നിന്നാണ് കേട്ടോ. കനാലിൽ നിന്നുള്ള വെള്ളമാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നേരിടുന്നൊരു സ്ഥലത്താണ് ഈ പറയുന്ന ഡിസ്റ്റിലറി കൊണ്ടുപോകുന്നത്. ഇനി ഒരു വലിയ വാദം കൂടി പറഞ്ഞിട്ടുണ്ട്. 1500 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1500 പേർക്ക് ഈ ഡിസ്റ്റിലറിയിൽ തൊഴിൽ കൊടുക്കുമ്പോൾ 10,000 കർഷകരുടെ കുടിവെള്ളവും മുട്ടും ജീവിതവും മുട്ടും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് താല്പര്യം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഞങ്ങൾ മദ്യനയം തിരുത്തി, ആ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ അനുവദിച്ചു. മദ്യനയം തിരുത്താൻ ഒരു സർക്കാരിന് മാൻഡേറ്റ് ഉണ്ട്. ആ മദ്യനയം തിരുത്തിയതിന് ശേഷം ഒരു ഡിസ്റ്റിലറി അനുവദിക്കുന്നു. ആ ഡിസ്റ്റിലറി അനുവദിക്കാൻ പോകുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ അതേ സംബന്ധിച്ച് വിവരം കിട്ടിയിട്ട് അവർ 10-25 ഏക്കർ ഭൂമി അവിടെ വാങ്ങിക്കുന്നു. എന്നിട്ട് വാട്ടർ അതോറിറ്റിയിലൂടെ ഞങ്ങൾ വെള്ളം കൊടുത്ത് കളയും എന്നുള്ള ഒരു കള്ളത്തരവും കൂടി ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ അടിസ്ഥാനപരമായ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഡിസ്റ്റിലറി വന്നോട്ടെ, അവിടെ ENA ഉണ്ടാക്കിക്കോട്ടെ, മദ്യം ലാഭകരമായി വിറ്റോട്ടെ. പ്രശ്നം അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, അവിടുത്തെ പരിസ്ഥിതിയുടെ പ്രശ്നമാണ്. അവിടെ നമ്മൾ ഒരിക്കൽ കൈപൊള്ളിയ ജനവിഭാഗമാണ്. അത് കൊക്കക്കോള കമ്പനി വന്ന സമയത്താണ്. നമുക്കൊരു പിന്നെ അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരായി പ്രക്ഷോഭം ചെയ്ത ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ അത് ആവർത്തിക്കുവാൻ വേണ്ടി തന്നെ ഒരു നീക്കം നടത്തുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. പാലക്കാട്ടെ ജനങ്ങളുടെ കുടിവെള്ളത്തെ മുട്ടിക്കും ഈ നീക്കം എന്ന കാര്യത്തിന് എനിക്കൊരു സംശയവുമില്ല. അത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാട്ട് നിന്ന് തന്നെയുള്ള എക്സൈസ് മന്ത്രിയായിരിക്കും എന്നുള്ളതും ഗതികേടാണ്. അതുകൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് ഞാൻ ഈ വിഷയത്തിൽ. ഇതൊരു പരിസ്ഥിതി പ്രശ്നമാണ്. ഈ പരിസ്ഥിതി പ്രശ്നം അവിടുത്തെ ജനങ്ങളെ ബാധിക്കാണ്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നത് കേരളത്തിൻ്റെ മൊത്തം ദുഃഖമാണ്. അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.